മാഡം, രോഗിയുടെ കണ്ടീഷൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ വിസിറ്റേഴ്സിന് അനുവദിക്കാൻ പറ്റില്ല. സോറി, മാഡത്തിന് മനസ്സിലാവുമല്ലോ. ഒന്ന് കണ്ടിട്ട് ഇറങ്ങിക്കോളാം ഡോക്ടറെ. അമ്മേ, ഡോക്ടർ പറഞ്ഞില്ലേ, അതനുസരിക്കണം. ചികിത്സ നടക്കുകയല്ലേ, അതിന് തടസ്സമാവണ്ട. താങ്കളല്ലേ പേഷ്യന്റിനെ ഇവിടേക്ക് കൊണ്ടുവന്നത്? അതെ ഡോക്ടർ. സ്കൂട്ടർ തട്ടിയെന്നല്ലേ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്? പക്ഷേ അതിന്റെ ലക്ഷണങ്ങളൊന്നും അല്ല മുറിവ് കണ്ടിട്ട് മനസ്സിലാവുന്നത്. സ്കൂട്ടർ തട്ടി വീണതുപോലെ അല്ല, മാരകമായിട്ട് എന്തോ അടി കിട്ടിയതുപോലെയാ തോന്നുന്നത്. ഡോക്ടർ എന്തൊക്കെയാ പറയുന്നേ? അടി കിട്ടിയെന്നോ? അതിന്റെ ലക്ഷണങ്ങളാ കാണുന്നത്. സംഭവം താങ്കൾ കണ്ടിരുന്നോ? അല്ല, ഞങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ ഒരു സ്കൂട്ടർ വന്നു. ആ സമയം ഞാൻ മറ്റൊരാളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ മാധവട്ടം വീണെടുക്കുന്ന കണ്ടത്. അത്രേ എനിക്കറിയാവൂ. അപ്പോൾ വ്യക്തമായിട്ട് താങ്കൾ കണ്ടിട്ടില്ല? അതല്ല ഡോക്ടർ, ഞാൻ കണ്ടു. പിന്നെ മാധവേട്ടന് വേറെ ശത്രുക്കളൊന്നുമില്ല. എന്തായാലും ശരി, ആ മുറിവ് ചെറിയൊരു ആക്സിഡന്റിൽ പറ്റിയതാണെന്ന് തോന്നുന്നില്ല. ടെൻഷൻ ആവണ്ട, എന്തായാലും നോക്കാം. എന്താ ഗിരീഷേട്ടാ ഡോക്ടർ അങ്ങനെയൊക്കെ പറയുന്നേ? എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചെന്താന്ന് ഗിരീഷേട്ടൻ കണ്ടില്ലേ? ഞാൻ കണ്ടു. ഇതിൽ സംശയിക്കാൻ മാത്രം ഒന്നുമില്ല. പിന്നെന്താ ഡോക്ടർ അങ്ങനെ പറഞ്ഞേ? അപകടത്തിൽ സംഭവിച്ചതല്ലാന്ന് ഡോക്ടർ ഉറപ്പിച്ച് പറഞ്ഞതല്ലേ? ഡോക്ടർമാരല്ലേ, അവർക്ക് പിന്നെ എല്ലാത്തിനും സംശയമല്ലേ. ഒരു ഊഹം വെച്ച് പറയുന്നതായിരിക്കും. മോനെ, എന്താ നടന്നത്? ഒന്ന് തെളിച്ചു പറ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്കാർക്കും വിശ്വാസമാവുന്നില്ലേ? ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. ഗിരീഷേട്ടാ, ഇതെന്താ ചേച്ചി? എനിക്കെന്തോ വേണ്ട, ഗിരീഷേട്ടൻ എന്തിനാ കള്ളം പറയുന്നേ? ഡോക്ടറിന് തെറ്റിയതാവും.